ശ്രീ എസ് എസ് ദീപു, ഇവിടെ ഇപ്പോൾ ജീവനക്കാരെ സംബന്ധിച്ച് ജീവനക്കാർക്ക് വലിയ പ്രതിസന്ധിയുണ്ട്. DA കുടിശ്ശികയുടെ പ്രശ്നം നിങ്ങളുടെ യൂണിയനിലും എല്ലാ യൂണിയനുകളും പെട്ട സാധാരണ സർക്കാർ ജീവനക്കാരുടെ പ്രശ്നമാണ്. ഇനി സാധാരണ ജനത്തിനും പ്രശ്നമുണ്ട്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ എന്നുള്ള നിലയിൽ അറിയാം, വിവിധ ക്ഷേമ പദ്ധതികൾ, വിവിധ ക്ഷേമ പരിപാടികളൊക്കെ മുടങ്ങിയതിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പുറത്ത് ചാർജുകൾ വർദ്ധിച്ചതിന്റെ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണങ്ങൾ ഉണ്ടാവും. പക്ഷേ ജനങ്ങൾ പെട്ടെന്ന് ഇതിനെല്ലാം സർക്കാരിന്റെ കുഴപ്പം എന്നുള്ള നിലയിലാണല്ലോ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഇതുപോലെയുള്ള സ്തുതികളൊക്കെ വെച്ചൊരു പാട്ടിറക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനൊരു പണി കൊടുക്കുന്നത് പോലെയല്ലേ? നിങ്ങൾ ട്രോൾ ചെയ്താണോ എന്ന് ജീവനക്കാരെ വന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇല്ല, ശ്രീ ജിൻഡോ പറഞ്ഞ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. കാര്യം ഒരു സർവീസ് സംഘടനയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മുടെ മേഖലയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം പറയാം. അദ്ദേഹം പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്. 2016 മുതലുള്ള DA കുടിശ്ശികയൊന്നുമില്ല. 2021 ശമ്പള വർഷം നടപ്പാക്കിയ ശേഷമാണ് കുറച്ചു കാലം ഈ കോവിഡ് മഹാമാരി കാലത്ത് നമുക്ക് DA കുടിശ്ശിക വന്നത്. അതൊരു അക്യൂമുലേറ്റഡ് ആയി മാറി. റൂൾ 300 പ്രകാരം നിയമസഭ നടന്ന പ്രസ്താവന തുടർന്ന് ഓരോ വർഷം 2 ഗഡു DA വീതം നമുക്ക് തരുന്നുണ്ട്. മുൻകാലങ്ങളുടെ അനുഭവം കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. 8ാം ശമ്പള പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ അന്ന് 2001-2006 കാലഘട്ടത്തിൽ AK ആൻ്റണി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. 37 മാസത്തെ സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് കവർന്നെടുത്തിട്ടുള്ളത്. ഈ കടലാസിൽ മാത്രമാണ് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത്. ഈ DA കുടിശ്ശിക ഇല്ലാത്ത ഒരു സിവിൽ സർവീസ് ഉണ്ടായത് 2006 മുതൽ 2011 വരെ അധികാരത്തിലിരുന്ന VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി കേന്ദ്രം 2004 നടപ്പാക്കിയപ്പോൾ 2001 ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചതാണ്. അന്ന് 32 ദിവസത്തെ ഐതിഹാസികമായ സമരത്തിനൊടുവിൽ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. തുടർന്നുണ്ടായ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് നിരവധിയായ കേന്ദ്ര സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കിയില്ല. നടപ്പാക്കിയത് വീണ്ടും ഒരു ടൈം ലഭിച്ചപ്പോൾ ഒരു വലതുപക്ഷ സർക്കാരാണ്. എല്ലാ കാലത്തും സിവിൽ സർവീസിനെ ശാക്തീകരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരുകളാണ്. അല്ല, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്. ഇതെല്ലാം പിണറായി വിജയന്റെ കുഴപ്പമാണെന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. പല രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ കേന്ദ്ര വിഹിതം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് കൂടിയാണ്. സാമ്പത്തികമായി വലിയ ക്രൈസിസിലാണ് സർക്കാർ. താങ്കൾക്കെതിരെ അഭിപ്രായം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാമ്പത്തികമായി വലിയ ക്രൈസിസിലാണ് സർക്കാർ. ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ പറ്റുന്നില്ല. ക്ഷേമ പദ്ധതികൾ, അതായത് ഈ സർക്കാർ തന്നെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളായി പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേമ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നു. ജനങ്ങൾക്ക് അസ്വാരസ്യമുണ്ട്, ജീവനക്കാർക്കും അസംതൃപ്തിയുണ്ട്. എന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ ഇങ്ങനെ വ്യക്തിപരമായി സ്തുതിക്കുന്ന ഒരു പാട്ടുവഴി ഒരു തരത്തിൽ ആ അസ്വാരസ്യത്തിന് കുറച്ചുകൂടി എണ്ണ പകരല്ലേ നിങ്ങൾ ചെയ്തത്? അങ്ങനെയല്ല, ജീവനക്കാർക്ക് അസംതൃപ്തിയില്ല, പരിഭവമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്ക് തൊട്ട് മുമ്പ് നടന്ന ശമ്പള പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചു. നമ്മുടെ കാലങ്ങളായിട്ടുള്ള ഡിമാൻഡ് അടക്കം അംഗീകരിച്ചുകൊണ്ടാണ് ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞത് എന്താണ്? ഞാൻ പേ മാത്രമല്ല പരിഷ്കരിക്കാൻ നിർദ്ദേശിക്കുന്നത്, കുറച്ച് അലവൻസുകളും പരിഷ്കരിക്കാനുണ്ട്. അത് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന വെൻ ബെറ്റർ ടൈംസ് അറൈവ് അപ്പോൾ മാത്രം പരിഷ്കരിച്ചാൽ മതി. സാധാരണഗതിയിൽ ഒരു ശമ്പള പരിഷ്കരണം നടക്കാൻ ഒരു വലതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കൈപ്പറ്റാതിരുന്ന മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇവിടെ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കൈപ്പറ്റിയ ശേഷം സെക്രട്ടറിമാരുടെ സമിതി, മന്ത്രിസഭാ ഉപസമിതിയൊക്കെ വെച്ചിട്ട് ഇത് ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കിട്ടി ആദ്യ ക്യാബിനറ്റ് തന്നെ ഡെഫർ ചെയ്യാൻ പറഞ്ഞ HRA പരിഷ്കരണം അടക്കം നടപ്പാക്കിക്കൊണ്ടാണ് വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ കാരണം തനത് വരുമാനത്തിൽ വർധന ഉണ്ടായിട്ട് കൂടി ചെലവുകൾ മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പല കാര്യങ്ങളും ഡെഫർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് നമ്മൾ കോവിഡ് സമയത്ത് നമ്മുടെ 1 മാസത്തെ ശമ്പളം ഡെഫർ ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ തിരികെ തരും. പല സാമ്പത്തിക വിദഗ്ധരും കൂടുതൽ ഡിഫർ ചെയ്യാൻ സിവിൽ സർവൻസിന് ബോധ്യപ്പെടുന്നതാണോ? ആണ്, തീർച്ചയായും ബോധ്യപ്പെടുന്നതാണ്. ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടിയിട്ടുള്ള ഒരു സർക്കാരാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഏറ്റവും കുറവ്. അത് രാഷ്ട്രീയപരമായ ഒരു ചോദ്യമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം അശ്വരക്ഷ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ക്ഷേമത്തെ കുടിശ്ശിക തീർക്കും, ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ തന്നെ തീർക്കും, പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസം നൽകും, ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകി തീർക്കുമെന്ന് പറയുന്നു. അപ്പോൾ ആ ഉറപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നു, ജനസമൂഹം വിശ്വസിക്കുന്നു, കേരളത്തിലെ പൊതുസമൂഹക്കാരുടെ കർണങ്ങളിൽ ഒരു അമൃത മഴയായിട്ടായിരിക്കും ഈ സ്തുതിഗീതം പതിക്കുക എന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആത്മവിശ്വാസമുണ്ട്. നല്ല കാര്യം.